അറിവിന്റെ ലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ശബ്ദം കേട്ടുനോക്കൂ. എല്ലാവർക്കും സുപരിചിതമല്ലേ? ഇപ്പോഴും കേൾക്കുന്ന ഈ ശബ്ദത്തിന്റെ ഉടമയെ നിങ്ങൾക്ക് മനസ്സിലായോ? കേരളത്തിൽ സാധാരണ കാണാവുന്ന ചെമ്പോത്ത് എന്ന ക്രോ ഫെസന്റ് അഥവാ ഇന്ത്യൻ ഗ്രേറ്റർ കൂക്കൽ ആണ് ഇത്. സെൻട്രോപ്സ് സിനിൻസിസ് എന്നാണ് ഇവയുടെ ശാസ്ത്രീയ നാമം. ഇവ ഉപ്പൻ എന്നും അറിയപ്പെടുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും അതിനോടടുത്ത പ്രദേശത്തും പ്രധാനമായും കണ്ടുവരുന്ന ഇവ കുയിലിന്റെ അടുത്ത ബന്ധുക്കളാണ്. തെക്കേ ഇന്ത്യയിൽ കാണപ്പെടുന്ന ചെമ്പോത്ത് ആണ് റേസ് പാരോട്ടി എന്ന ഇനം. ഇവക്ക് കറുത്ത തലയും അടിഭാഗം കടും നീല നിറത്തിൽ തിളങ്ങുന്നതുമാണ്. ചെമ്പോത്ത് ഒരു പ്രത്യേക താളത്തിൽ ആണ് ശബ്ദം ഉണ്ടാക്കുന്നത്. ഇങ്ങനെയുള്ള ശബ്ദം തുടർച്ചയായി ആവർത്തിക്കുന്നതുവഴി ചെമ്പോത്തിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. ശബ്ദത്തിന്റെ പ്രത്യേകതകൊണ്ട് ഉപ്പൻ എന്നു മലബാറിലും ചെമ്പോത്ത് എന്നു കേരളത്തിന്റെ പല ഭാഗങ്ങളിലും അറിയപ്പെടുന്നു. ചെമ്പോത്തുകൾ ഒറ്റക്കാണ് ഇരതേടുക. പ്രത്യുത്പാദന കാലമാണെങ്കിൽ ചിലപ്പോൾ ഇണയും കൂടെയുണ്ടാകും. ശരീരപ്രകൃതിയിൽ കാക്കകളോട് വളരെ സാദൃശ്യമുള്ള പക്ഷികളാണ് ചെമ്പോത്തുകൾ. പൂർണ്ണവളർച്ചയെത്തിയ ചെമ്പോത്തിന് ചുണ്ടുമുതൽ വാലിന്റെ അറ്റം വരെ 48 സെന്റിമീറ്റർ നീളമുണ്ടാകും. ശരീരം കറുത്ത കരിമ്പച്ച നിറത്തിലാണ്. ചിറകുകൾ ചുവപ്പുകലർന്ന തവിട്ടുനിറത്തിലാണുണ്ടാവുക. വലിയ വാലിൽ വലിയ കറുത്ത തൂവലുകളാണുണ്ടാവുക. കണ്ണുകൾ ചുവപ്പു നിറത്തിൽ എടുത്തറിയാം. ആൺ പെൺ പക്ഷികൾ തമ്മിൽ കാഴ്ചയിൽ വ്യത്യാസമുണ്ടാകാറില്ല. എന്നാൽ പെൺചെമ്പോത്തുകൾ അല്പം വലിപ്പമേറിയവയാണ്. കുട്ടികൾക്ക് മങ്ങിയ കറുപ്പാണ്. തലയിൽ പുള്ളിക്കുത്തുകളും അടിഭാഗത്തും വാലിലും വെളുത്ത വരകളുമുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ ഇവയുടെ നിറത്തിൽ വ്യത്യാസം കാണാറുണ്ട്. ഇടതൂർന്ന കാടുകൾ, കൃഷിസ്ഥലങ്ങൾ, നഗര ഉദ്യാനങ്ങൾ എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന പരിസ്ഥിതികളിൽ ഈ പക്ഷികൾ വസിക്കുന്നു. ചെമ്പോത്തുകൾ കുറഞ്ഞ ദൂരത്തിലും ഉയരത്തിലും പറക്കുന്നവരാണ്. പലപ്പോഴും പ്രാണികൾ, മുട്ടകൾ, മറ്റ് പക്ഷികളുടെ കുഞ്ഞുങ്ങൾ എന്നിവയാണ് ചെമ്പോത്തുകൾ തീറ്റയായി സ്വീകരിക്കുന്നത്. അവയുടെ ആഴമേറിയ അനുരണനാത്മകമായ കൂവൽ അവയുടെ ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും ഒരു നല്ല ശകുനമായി കണക്കാക്കപ്പെടുന്നു. പുറപ്പെടുന്നതിന്റെ തലേന്ന് പക്ഷിയെ കാണുകയോ അതിന്റെ വിളി കേൾക്കുകയോ ചെയ്യുന്നത് ഒരു യാത്രയ്ക്ക് ഭാഗ്യം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ പക്ഷികൾ മാംസഭുക്കുകളാണ്. അധികം ഉയരത്തിൽ പറന്ന് ഇരതേടാൻ ചെമ്പോത്തുകൾ ശ്രമിക്കാറില്ല. ഭൂമിയിൽ നിന്ന് 1-2 അടി ഉയരത്തിൽ സമാന്തരമായി പറന്ന് ഇരയെ കണ്ടെത്താറാണ് പതിവ്. ഭൂമിയിൽ ഇറങ്ങി നടന്നും ചിലപ്പോൾ ഇരതേടുന്നു. തട്ടുതട്ടായി ശിഖരങ്ങളുള്ള വൃക്ഷങ്ങളിൽ കൊമ്പുവഴി കയറി ഉയർന്ന ഭാഗങ്ങളിൽ ഇരതേടുന്നതും കാണാം. പച്ചക്കുതിരകൾ, പല്ലികൾ, കാറ്റർപില്ലറുകൾ, പ്രാണികൾ, ഒച്ചുകൾ, മറ്റു ജീവികളുടെ മുട്ടകൾ, ചെറിയ കശേരുക്കൾ ഉള്ള പാമ്പ് പോലുള്ള ജീവികൾ, പഴങ്ങൾ, വിത്തുകൾ എന്നിവയാണ് പ്രധാന ഭക്ഷണം. ചെറിയ ജീവികളെയും പക്ഷിക്കുഞ്ഞുങ്ങളെയും ഭക്ഷിക്കാറുണ്ട്. ചെമ്പോത്തുകൾ ആജീവനാന്തം ഏക പങ്കാളിത്തം സ്വഭാവം ഉള്ളവയാണ്. പ്രജനനകാലം പ്രദേശങ്ങളിൽ വ്യത്യാസപ്പെടുമെങ്കിലും പ്രധാനമായും ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ചെമ്പോത്തുകളുടെ സാധാരണ പ്രത്യുത്പാദനകാലം. ഇക്കാലങ്ങളിൽ ഒരു കിളിക്ക് മറുപടിയെന്നവണ്ണം ചിലക്കൽ ശബ്ദങ്ങൾ കേൾക്കാം. പ്രജനന സമയത്ത് ആൺപക്ഷികൾ സ്ത്രീകളെ ഇരതേടുമ്പോഴും നടക്കുമ്പോഴും പിന്തുടരുകയും ഭക്ഷണം ശേഖരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നു. ചുള്ളിക്കമ്പുകൾ തലങ്ങും വിലങ്ങും പെറുക്കിവെച്ച് അധികം ഉയരമില്ലാത്ത ചില്ലകളേറെയുള്ള മരങ്ങളിലാണ് സാധാരണ കൂടുകെട്ടുന്നത്. കൂടിന്റെ മധ്യഭാഗം പഞ്ഞിയും മറ്റുമുപയോഗിച്ച് മാർദ്ദവമുള്ളതാക്കിയിരിക്കും. കൂട് നിർമ്മാണം പ്രധാനമായും 3 മുതൽ 8 ദിവസത്തിനുള്ളിൽ ആൺപക്ഷിയാണ് ചെയ്യുന്നത്. മങ്ങിയ വെളുപ്പുനിറത്തിലുള്ള 3-4 മുട്ടകളാവുമുണ്ടാവുക. കൂടുകെട്ടുന്നതു മുതൽ കുട്ടികൾ പറന്നു പോകുന്നതുവരെയുള്ള കാര്യങ്ങൾ മാതാവും പിതാവും ചേർന്നാവും ചെയ്യുക. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മ്യാൻമാർ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ കണ്ടുവരുന്നു. തെക്കൻ ചൈനയിലും കുറഞ്ഞ എണ്ണം കാണാം. ചൈനയിലും ഇന്തോനേഷ്യയിലും വംശനാശഭീഷണി നേരിടുന്നുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 2000 മീറ്റർ ഉയരത്തിൽ വരെ ഇവയെ കാണാം. ചെരിവുപ്രദേശങ്ങളും സമതലങ്ങളും ഒരുപോലെ ചെമ്പോത്തുകൾ ഇഷ്ടപ്പെടുന്നു. കുറ്റിക്കാടുകളും ചെറുമരങ്ങളും ഉള്ള പ്രദേശങ്ങൾ ഇഷ്ടപ്പെടുന്ന ഈ പക്ഷിയെ ഇടതൂർന്ന കാട്ടിലോ വളരെ തെളിഞ്ഞ പ്രദേശത്തിലോ കാണാറില്ല. കാട്ടിലും നാട്ടിലും ഒരുപോലെ ചെമ്പോത്തുകൾ വിഹരിക്കുന്നു. വേട്ടക്കാരും സംരക്ഷണ നിലയുള്ള മൂങ്ങകളും മറ്റ് രാത്രികാല വേട്ടക്കാരും ചെമ്പോത്തിന് ഭീഷണിയാണ്. എന്നിരുന്നാലും ഇത് നിലവിൽ IUCN ലിസ്റ്റിൽ ഏറ്റവും കുറഞ്ഞ ആശങ്കയുള്ള ഇനം ആയി തരംതിരിച്ചിട്ടുണ്ട്. ഇത് ഉടനടി ഇവക്ക് അപകടസാധ്യതയില്ലെന്ന് സൂചിപ്പിക്കുന്നു. ആവാസവ്യവസ്ഥകൾ നഷ്ടപ്പെടുന്നതുകൊണ്ടുള്ള ചെറിയ ഭീഷണി മാത്രമേ ഇന്ത്യയിൽ ചെമ്പോത്തുകൾക്കുള്ളൂ. കൗതുകത്തിനായുള്ള വേട്ടയാടലും ചിലപ്പോൾ ഇവയുടെ ജീവനപഹരിക്കാറുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഈ പക്ഷിയെ എന്താണ് വിളിക്കുന്നത് എന്ന കമന്റ് ചെയ്യുമല്ലോ. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കുമല്ലോ. നന്ദി. നമസ്കാരം.